പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂലൈ മാസം 27 ആമേൻ, ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ സ്തോത്രം പറയാം. കർത്താവ് ഇന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ഇങ്ങനൊരു അവസരം തന്നില്ലേ? ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ദൈവകൃപ തന്നില്ലേ? കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് ഈ പ്രഭാതം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ, അങ്ങ് നല്ലവനാണല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. അങ്ങേകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനാണല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നപ്പാ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തു പരിപാലിച്ചു. അതിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മുടെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആനന്ദത്തോടെ നടത്തുന്ന ദൈവത്തിന്, ഉല്ലാസത്തോടെ നടത്തുന്ന ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം പറയാം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ വാത്സല്യത്തിനായിട്ടൊക്കെ ഞങ്ങൾ സ്തോത്രം പറയുക. കർത്താവെ, കർത്താവെ, അങ്ങേ ആരാധിക്കുന്ന, അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനം അതിന്റെ 13-ാം സങ്കീർത്തനം അതിന്റെ 5ഉം 6ഉം. ഞാനോ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം കർത്താവിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ കർത്താവിന് പാട്ടുപാടും. എത്ര പേർക്ക് ഈ പ്രഭാതി പറയാൻ പറ്റും? കർത്താവ് എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് പാട്ടുപാടും. ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. കരമുയർത്തി പാടിക്ക്. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. യേശു നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. യേശു വല്ലഭനല്ലോ, സ്തുതി എന്നുമുള്ളത്. ഹല്ലേലൂയ. തുടർന്ന് നിങ്ങൾ പാടുക. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ജോലി സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ ഭവനത്തിനകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം കൊണ്ട് യേശുവിന്റെ നാമത്തിൽ നിറഞ്ഞു കവിയട്ടെ. സമാധാനം കൊണ്ട് നിറയട്ടെ, സ്വസ്ഥത കൊണ്ട് നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ. കർത്താവിന്റെ പ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. കർത്താവ്, ഇന്ന് പ്രഭാതത്തിൽ രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ നസ്രയനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായി വിട്ടുമാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന തന്റെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. കിഡ്നികളിൽ ക്രിയാറ്റിന്റെ ലെവൽ കൂടി ഭാരപ്പെട്ടിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ ക്രിയാറ്റിന്റെ ലെവൽ നോർമലായി തീരട്ടെ. ലങ്സിനകത്ത് അവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അസ്ഥി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ. ശാരീരികമായ വേദനകളെ, ബലഹീനതകളെ, ക്ഷീണങ്ങളെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് വഴി തുറന്നു കൊടുക്കണം. സാമ്പത്തികമായ സ്രോതസ്സുകൾ ഓപ്പൺ ആകട്ടെ. അപ്പൊ തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ മാറിപ്പോട്ടെ. പല വിധത്തിലുള്ള തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്നു. അതിനകത്തുനിന്ന് കർത്താവ് ഇപ്പോൾ തന്നെ അവരെ പുറത്തു കൊണ്ടിരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറിപ്പോട്ടെ. ദൂതനിറങ്ങി കല്ലുരുട്ടി നീക്കിയതുപോലെ ഇന്ന് പകൽക്കാലം
ജീവിതത്തിന് മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളുടെ പാറകൾ ദൈവത്തിന്റെ ദൂതനിറങ്ങി നീക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അത്ഭുതം നടക്കട്ടെ. നാളെ ലോകവ്യാപകമായി നടക്കുന്ന സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ അഭിഷക്തി ദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥന. എല്ലായിടത്തും ദൈവത്തിന്റെ ഗ്ലോറി വെളിപ്പെടണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 2-ാം അധ്യായം നമുക്ക് നോക്കാം. 2-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇങ്ങനെ പറയുന്നത്: ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകുകയില്ല. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. മനോഹരമായ വാഗ്ദത്തത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. ആമേൻ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമുക്ക് എല്ലാം മടക്കി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയോ, നിങ്ങളുടെ ജീവിതത്തിൽ പോയ കാലങ്ങളിൽ ഏതൊക്കെ രീതിയിൽ നഷ്ടപ്പെട്ടു പോയോ, അത് എന്തൊക്കെയാണെങ്കിലും ആമേൻ സൂപ്പർ നാച്ചുറലി അത് മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും. അവൻ അനേകരുടെ ജീവിതത്തിൽ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയി. യേശുവിൻ നാമത്തിൽ അത് മടക്കി ലഭിക്കുന്ന സമയമായി മാറട്ടെ. അവൻ പല കാരണങ്ങളാൽ ജീവിതത്തിൽ കോളേജുകളിൽ പോയി സമയം നഷ്ടപ്പെട്ടു പോയി. കുടുംബജീവിതത്തിൽ സമയം നഷ്ടപ്പെട്ടു പോയി. അല്ലെങ്കിൽ ചില ബിസിനസ്സുകൾ ചെയ്ത സമയങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. പല കാര്യങ്ങളിൽ ഇടപെട്ടു, പല രീതിയിൽ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് കർത്താവ് സമയങ്ങളെ നമുക്ക് മടക്കി തരുന്ന ദൈവമാണ്. ചിലരെന്നാ ചെയ്തു? ജീവിതത്തിൽ സംശയിച്ചിരുന്നു കുറെ നാൾ വെറുതെ സമയം കളഞ്ഞു. ചിലരെ കുറ്റബോധത്തോടിരുന്ന് കുറെ സമയങ്ങൾ കളഞ്ഞു. കുറച്ചുപേര് ചില അഡിക്ഷനുകളിൽ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിരുന്ന് സമയം കളഞ്ഞു. ചിലര് പാപത്തിന് അടിമപ്പെട്ടു പോയി. അങ്ങനെ ജീവിതത്തിൽ ശത്രു നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊള്ളയടിച്ച് കളഞ്ഞ സമയങ്ങൾ യേശുവിൻ നാമത്തിൽ മടങ്ങി വരുന്ന ഒരു സമയമായി മാറട്ടെ. ആമേൻ. കൈ ഉയർത്തി ആമീൻ പറ. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ കാലങ്ങളെ, നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മടക്കി ലഭിക്കുന്ന ഒരു സീസണായി മാറട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവിന് നന്ദി പറഞ്ഞാട്ട് നിങ്ങളുടെ ഇപ്പം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായിട്ട് ഹല്ലേലൂയ കമ്പയർ ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു എന്നാ പറയുന്നത് യഥാസ്ഥാപനം ആവശ്യമായിട്ടുള്ളത്, എവിടെയാണ് നിങ്ങൾക്ക് മടക്കി ലഭിക്കാനുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇങ്ങോട്ട് നോക്കി, യേശുക്രിസ്തുവിന്റെ ക്രൂശും മരണത്തിലൂടെ നമ്മുടെ നഷ്ടങ്ങളെല്ലാം ലാഭമായി തീർന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശും മരണത്തിലൂടെ നമുക്ക് ഇനി നഷ്ടങ്ങളല്ല ഉള്ളത്, നമുക്ക് നന്മയും ലാഭവും മാത്രമാവുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കിത് ഏറ്റെടുക്കാം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഏറ്റെടുക്കാം, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുക്കാം. നിങ്ങളുടെ നഷ്ടങ്ങളെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ലാഭമാക്കി തീർക്കും. നഷ്ടമായി പോയ കാലങ്ങൾ, സമയങ്ങൾ കർത്താവ് നിങ്ങൾക്ക് മടക്കി തരും. എന്നിട്ട് പറയാം, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ നിങ്ങൾ എന്ത് ചെയ്യും? സ്തുതിക്കും. നിങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. അടുത്ത മനോഹരമായ വാഗ്ദത്തമാണ്, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ ആരും ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലേ, നീ ലജ്ജിച്ചു പോകുമെന്ന് ഭാരപ്പെടുകയാണോ? അയ്യോ, ഞാൻ അവിടെ തകർന്നു പോകുമോ, അവിടെ ഞാൻ പരാജയപ്പെട്ടു പോകുമോ? നോ, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ലജ്ജയെ മാറ്റി നിന്നെ മാനപാത്രമാക്കുന്ന കർത്താവ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ 2 കരങ്ങളും ഉയർത്തി കർത്താവിന് സ്തോത്രം പറയണം. അതായത് നഷ്ടമായി പോയ കാലങ്ങളെ കർത്താവ് നിങ്ങൾക്ക് മടക്കി തരും. നിങ്ങൾ ലജ്ജിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കത്തില്ല. അതാണ് ക്രിസ്തുവിലായി കഴിഞ്ഞാലുള്ള ഒരു പ്രത്യാശ എന്ന് പറയുന്നത്. ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. എവിടൊക്കെയാണോ സമയം നഷ്ടപ്പെട്ടു പോയി, നമ്മൾ പറയും, അയ്യോ വെറുതെ അന്ന് ഞാൻ എന്റെ സമയം വെറുതെ കളഞ്ഞു, 5 വർഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, 6 വർഷം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് അത് പറഞ്ഞ് ദുഃഖിക്കാതെ പറഞ്ഞു, എന്റെ നഷ്ടമായി പോയ സംവത്സരങ്ങൾ എന്റെ കർത്താവ് എനിക്ക് മടക്കി തരും. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. കാരണം ഞാൻ ഇന്ന് ക്രിസ്തുവിലായതോടുകൂടി എന്നെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുക. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മളൊരു അത്ഭുതമായി മാറും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.